ഇതെത്രയും വിചിത്രമേ സുരക്ഷക, ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ. ഇതെത്രയും വിചിത്രമേ സുരക്ഷക, എത്ര ദൂരം അങ്ങ് വീട്ടോടി ഞാൻ. അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം അങ്ങ് വീട്ടോടി ഞാൻ. അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നെന്നി നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നെന്നി നീ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ. ഇതെത്രയും വിചിത്രമേ സുരക്ഷക, എത്ര അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ മൊഴിമാറ്റം നടത്തിയ ദൈവത്തിൻ്റെ വചനം, അത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി ദൈവസ്നേഹത്തിൽ ഞാനിവിടെ വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ന്റെ 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമെന്നാണ് പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ആഴം, അതേ ആഴം, അതിൻ്റെ ആഴം എത്ര വലുതാണ്, അതിൻ്റെ നീളം, വീതി, ഉയരം എത്രയോ ഭയങ്കരമാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ 3 പ്രത്യേകതകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ദൈവം നൽകി സ്നേഹിച്ചു എന്നുള്ളതാണ്. തൻ്റെ പുത്രനെ നൽകി സ്നേഹിച്ചു. നമ്മളൊരു ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, നമുക്കൊരു പ്രസൻറ്റ്, ഒരു ഗിഫ്റ്റ് ആരെങ്കിലും തരികയാണെങ്കിൽ സാധാരണ നിലയിൽ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് അത് നമുക്കൊരു സമ്മാനം ലഭിക്കുന്നത്, നമ്മളൊരു സമ്മാനം കൊടുക്കുന്നത്. അതാണ് ലോകത്തിൽ സാധാരണ അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. ശത്രുക്കളായിട്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ ഗിഫ്റ്റുകൾ കൈമാറുന്നൊരു രീതിയില്ല. സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമുക്കൊരു പ്രസൻ്റ് ഒരാൾ തരുന്നത്, ഒരു ഗിഫ്റ്റ് തരുന്നത്, നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടെ ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ദൈവം ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഏറ്റവും വിലപ്പെട്ട, ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതിനെ ദൈവം മനുഷ്യർക്ക് ദാനമായിട്ട് നൽകി കൊടുത്തു. ദൈവം കൊടുത്ത് സ്നേഹിച്ചു എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള ഒരു മറുപടി. ദൈവം നൽകി സ്നേഹിച്ചു. ദൈവം നൽകി സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നൊരു ഭാഗം ഇത്തരണത്തിൽ ഓർമ്മയിൽ കൂടെ കടന്നു വരുന്നു. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നുവെന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. അതേ, ഒന്നാമത് നമുക്ക് ഇന്ന് രാവിലെ ചിന്തിക്കാനുള്ളത് ദൈവം കൊടുത്ത് നൽകി, ദൈവം സ്നേഹിച്ചു. രണ്ടാമത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത
യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, അത് ദൈവം എല്ലാവരെയും സ്നേഹിച്ചു എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവർ, എല്ലാവരെയും എല്ലാ ആളുകൾക്കും എല്ലാവരെയും സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന് മാത്രമേ എല്ലാവരെയും സ്നേഹിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ശത്രുക്കളെ സ്നേഹിക്കുവാൻ, മിത്രങ്ങളെ സ്നേഹിക്കുവാൻ ഒക്കെയും സാധിക്കുന്ന സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം മാത്രമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. മനുഷ്യജാതിയെ മുഴുവനായിട്ട് ഏത് കാലത്തുള്ള ഏത് സമയത്തുള്ള എല്ലാ ആളുകളെയും ഒരുപോലെ സ്നേഹിക്കുന്നവനായ ദൈവം ഇന്ന് ഈ സന്ദേശം ഇവിടെ നമ്മൾ മുഴങ്ങി കേൾക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആ കിരണങ്ങൾ നമ്മുടെ മേൽ വരുവാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകി തന്നു. അത് ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആ വലിപ്പം, ദൈവം എല്ലാവരെയും സ്നേഹിച്ചു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും എല്ലാവരെയും സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചേക്കാം. ചിലപ്പോൾ ചില സാഹചര്യത്തിൽ മറ്റുള്ള ആളുകളെ, ചുരുക്കം ചില ആളുകളെയൊക്കെ സ്നേഹിക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ദൈവം എല്ലാവരെയും സ്നേഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഏത് കാലത്തുള്ള ഏത് സമയത്തുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നവനായ ദൈവം ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായിരുന്നാലും പല ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശം ഇപ്പോൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നില്ലെങ്കിലും, മാതാപിതാക്കളുടെ സ്നേഹം അറ്റുപോയാലും, അത് കുഞ്ഞുങ്ങളുടെ സ്നേഹം മാറിപ്പോയാലും, ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത. എൻ്റെ പ്രിയമുള്ളവർ, യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു, 1, ദൈവം നൽകി സ്നേഹിച്ചു. 2, ദൈവം എല്ലാവരെയും സ്നേഹിച്ചു. ഇനിയും ലോകത്തിൽ ജനിപ്പാനിരിക്കുന്ന സകല മനുഷ്യരെയും, ഇനിയും ലോകത്തിന് നാൾ മുൻപോട്ട് പോകുമ്പോൾ അത്രയും നാളുള്ള സകല ആളുകളെയും സ്നേഹിച്ച മഹാസ്നേഹം അത് എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഒരു ഭാഗത്ത് പറയുമ്പോൾ എഫേസ്യ ലേഖനം 2:4 വാക്യത്തിൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നു. മഹാസ്നേഹമെന്ന് പറഞ്ഞിരിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 3:1 വാക്യം ശ്രദ്ധിക്കുക. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകി തന്നിരിക്കുന്നു. ഇത്ര വലിയ സ്നേഹമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എഫേസ്യർ 2:4 കാണുന്നത് പോലുള്ള മഹാസ്നേഹം 1 യോഹന്നാന്റെ ലേഖനം 3:1 വാക്യത്തിൽ കാണുന്നത് പോലെയുള്ള അതേ ആ ദൈവത്തിൻ്റെ സ്നേഹം, ഇത്ര വലിയ സ്നേഹം, അത് എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹമാണ്. 3, എന്നും സ്നേഹിച്ചു, എന്നേക്കും സ്നേഹിച്ചു. ഇത് ഞാൻ പറയുമ്പോൾ യെരമ്യാവിൻ്റെ പ്രവചനം 31 വാക്യം എൻ്റെ ഓർമ്മയിൽ കൂടെ കടന്നു വരികയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളത് ശ്രദ്ധിക്കുക. യെരമ്യാവിൻ്റെ പ്രവചനം 31 വാക്യം. അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? അവിടെ ദൈവം തമ്പുരാൻ നിത്യസ്നേഹത്താൽ സ്നേഹിച്ചു എന്ന് ഒരു പ്രയോഗം നമ്മൾ കാണുകയാണ്. അത് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം നിത്യസ്നേഹമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിത്യസ്നേഹം, നിത്യം എന്ന് പറയുമ്പോൾ എന്നേക്കും നിലനിൽക്കുന്ന ഒരു സ്നേഹം, എന്നേക്കും നിലനിൽക്കുന്ന ഒരു സ്നേഹം ദൈവം തമ്പുരാൻ നമുക്ക് നൽകി തന്നിരിക്കുന്നു. അത് എന്നേക്കും നിലനിൽക്കുന്ന സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 13:1 വാക്യത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. എന്താണ് നമ്മൾ വായിക്കുന്നത്? കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ചില കാലത്ത് മാത്രം ചില ആളുകൾ നമ്മെ സ്നേഹിക്കുന്നുണ്ടാവാം. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ പണം നഷ്ടപ്പെടുമ്പോൾ, നമ്മളുടെ സാധ്യതകളൊക്കെയും കുറയുമ്പോൾ, സ്നേഹം അറ്റുപോകുന്ന ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ, അത് എന്നേക്കും സ്നേഹിക്കുന്ന സ്നേഹം, നിത്യസ്നേഹം എന്ന് പറയുന്ന ഒരു സ്നേഹം, ആ സ്നേഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അതേ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്ന ആരെന്ന് പൗലോസ് പറയുമ്പോൾ റോമാലേഖനം 8:32 വാക്യം, അത് 28 വാക്യം, ദൈവത്തിൻ്റെ സ്നേഹം അതേ നിലനിൽക്കുന്ന സ്നേഹമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള ദൈവജനത്തിൻ്റെ ചിന്തകൾ കൂടെ ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതെ, തൻ്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലതും നൽകി തരാതിരിക്കുമോ?
ദൈവം നമുക്ക് സകലതും നൽകിത്തരുന്ന ദൈവമായിരിക്കിയാൽ ദൈവത്തിൻ്റെ കൃപയിൽ അധിഷ്ഠിതമായ ജീവിതം നയിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിത്തരട്ടെ എന്നാണ് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള എൻ്റെ പ്രാർത്ഥന. അതേ, ദൈവസ്നേഹത്തിൻ്റെ ആഴം, ദൈവസ്നേഹത്തിൻ്റെ മഹാസ്നേഹം, നിത്യമായ സ്നേഹം, അതേ, കൊടുത്ത് സ്നേഹിച്ച സ്നേഹം, എല്ലാവരെയും സ്നേഹിച്ച സ്നേഹം, നിലനിൽക്കുന്ന സ്നേഹം, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇന്ന് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. എന്നെ സ്നേഹിച്ചുവോ? ഇതെത്രയോ വിചിത്രമേ സുരക്ഷകാ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ. അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ. അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും